ഈ വർഷം കണ്ട ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫിലിം? ആനിമൽ തന്നെ. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സീരീസ് പടാന്നിട്ട് പോയിട്ട് ഫുൾ ചിരിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗേൾസിനെ കുറിച്ച് ആ സിനിമയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ നല്ലപോലെ കൈ അടിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല സ്ലോ ക്ലാപ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത് സത്യം പറഞ്ഞതിന്. പിന്നെ അതിൽ വില്ലന് അല്ലെങ്കിൽ വില്ലൻ ചെയ്യുന്ന ചീറ്റിംഗ് എന്നുള്ള ആ ഒരു ഇത് ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ. സാധാ മൂവീസിൽ അങ്ങനെ ഓക്കെ കുറേ മൂവീസ് അങ്ങനെ ഉണ്ട്, എന്ത് ചീറ്റിങ്ങും അതൊക്കെ ഉള്ളത്. പക്ഷെ ഒരിക്കലും അതിൽ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഈ മൂവിയിൽ ചീറ്റിംഗ് ഒരു വലിയ സംഭവമാണ്. ഗ്ലോറിഫൈ ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് പീപ്പിളിൻ്റെ മൈൻഡിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക. കുറേ എൻ്റെ ഫ്രണ്ട്സ് അടക്കം കുറച്ച് പേര് ഇത് പകുതി മൂവി കണ്ടി ഇറങ്ങിപ്പോകുന്നവരുണ്ട്. നമ്മളത് പിന്നെ മൂവി നമ്മൾ ടിക്കറ്റിന് ക്യാഷ് കൊടുത്തു എന്നൊരു കോൺസെപ്റ്റിൽ നമ്മളത് ഫുള്ളി ഇരുന്ന് കണ്ടുപോകുന്നു. നല്ല മൂവിയാണെങ്കിൽ മാത്രം ഞാൻ തിയേറ്ററിൽ പോയി കാണും. അത് RDX ആയിരുന്നു, അത് പോയി കണ്ടു, പൊളിയായിരുന്നു. പൊളി, നമ്മളുടെ എല്ലാ ഒരു മൈൻഡ് സെറ്റിന് പറ്റിയ മൂവിയാണ്, അതുകൊണ്ട് അത് അടിപൊളിയാണ്. ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ, മണി വേസ്റ്റ് ആയിട്ട് തോന്നിയ ഫിലിമാണ്? ഞാൻ അങ്ങനത്തെ മൂവീസ് കാണാറില്ല. ഇല്ല, കാണാറില്ല. എനിക്ക് പക്ഷേ മൈൻഡ് സെറ്റ് ഇഷ്ടപ്പെട്ട് വരുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. ഓക്കെ, നല്ല ഫിലിം ഏതായിരുന്നു ഈ വർഷത്തെ? ഈ വർഷം ഇറങ്ങിയില്ലല്ലോ അല്ലേ? ഈ വർഷത്തെ ഇപ്പം ആന്റണി. പുറത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ. പേര് ആന്റണി. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് 2 വട്ടം കടന്ന പടം. நல்ல ஃபிலிம் ஜிகர்டாண்டா. இந்த கைமே போய் சுத்தி சுத்தி ஏதோ காந்தி கணக்கு எடுத்துட்டு இருக்க. ഇപ്പൊ നല്ലവങ്ങളെ പറ്റി പടം എടുത്താൽ ആരും പാക്കുന്നില്ലമ്മ. മോശപ്പെട്ട പടം കിങ് ഓഫ് കൊത്ത. പഴയ ടൈപ്പ് സ്റ്റൈല്, പിന്നെ ദുൽഖറിന് മാസ് എന്ന് പറയുന്ന ഇതില്ല. ഞാൻ വന്നു. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചേച്ചി? ജിഗർട്ടണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുണ്ട് പടം. ഡയറക്ടർ ബ്രില്യൻസ് എല്ലാം ഉണ്ട്. പിന്നെ SJ സൂര്യ, രാഘവ്, എല്ലാവരും ആക്ടിങ് കൊള്ളാം. താനാവെ കിട്ടിയാൽ മറ്റും പിടിച്ചിട്ടാ പോകും. എഴുതപ്പെട്ടത് എഴുതപ്പെടും. ഈ വർഷം കണ്ട ഏറ്റവും നല്ല ഫിലിം ഏതാണ്? ഞാൻ കണ്ടതിൽ കാതൽ. ഞാനങ്ങനെ അധികം ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. കൊള്ളാം, നല്ല പടം. ഏറ്റവും മോശം ഫിലിം ഏതാണ്? മോശം ഫിലിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, എനിക്ക് ഇഷ്ടം. ഈ വർഷം കണ്ട ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ ഫിലിം ഏതാ? ആനിമൽ. മെയിൽ ഷോവനിസ്റ്റിക് ആയ കുറേ സാധനങ്ങളുണ്ട്. ആ ഒരു ഡയറക്ടറിൻ്റെ അപ്രോച്ച് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും നല്ല ഫിലിം ഏതായിരുന്നു കണ്ടിട്ട് തോന്നിയത്? ഇപ്പം അടുത്ത് കണ്ടതിൽ കാതലാണ് എനിക്ക് വളരെ നല്ലൊരു മൂവി ആയിട്ട് തോന്നി. അതിൽ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു റൊമാൻറ്റിക് സാധനമൊക്കെ ഉണ്ട്. ലൈക്ക് ആ ഒരു ഗേ സാധനത്തിൻ്റെ തന്നെ ആണെങ്കിലും അതൊക്കെ നമ്മളെ കേരളത്തിലെ സൊസൈറ്റിക്ക് കണ്ണ് തുറന്നു കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മളെ ഓഡിയൻസ് വളരെ നല്ലോണം ആക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ ഒരു മൂവിയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ സൊസൈറ്റി മുന്നോട്ട് പോവുകയാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ്. തോൽവി FC കൊള്ളായിരുന്നു. കുറച്ച് മോട്ടിവേഷണൽ സംഭവം, അങ്ങനെ കാര്യങ്ങളായിരുന്നു. കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ, അങ്ങനത്തെ ആ പടങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഈ വർഷം കണ്ട ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയ സിനിമ? ജപ്പാൻ. വളരെ മോശമായിരുന്നു. ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ല. ഹാഫ് ടൈം ആയപ്പോൾ തന്നെ ഇന്റർവെല്ലിന് എണീറ്റ് പോകേണ്ടി വന്നു. ഇന്റർവെൽ വരെ ഇരിക്കാൻ പറ്റിയില്ല, എന്നാലും ഇറങ്ങിപ്പോയി. ഭയങ്കര മോശമായി. ആ നടന സിനിമയിൽ അഭിനയിച്ച് തന്നെ ഭയങ്കര മോശമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.